ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. ആ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഒരു പാർട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സഹാറ മരുഭൂമി വരെ ഉള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഹാറ മരുഭൂമി മുതൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽ മേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. അപ്പോൾ സഹാറയിൽ പ്രതികൂല സാഹചര്യമാണെന്ന് നമുക്കറിയാം. അവിടെ ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരാണ്. അതുപോലെ തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സഹാറയാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി എന്ന് പറയുന്നത്. പാറകൾ നിറഞ്ഞ പീഠഭൂമികളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ പാറകൾ നിറഞ്ഞ പീഠഭൂമികൾ ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതയായ ഉഷ്ണമേഖലാ മഴക്കാടുകളെ കുറിച്ചാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ആഫ്രിക്ക എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു വൻകര നമ്മൾ അതായത് ഭൂമധ്യരേഖയോട് അടുത്ത് 2 അർദ്ധഗോളങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വടക്കൻ അതായത് നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലെ 2 അർദ്ധഗോളങ്ങളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ആഫ്രിക്കൻ വൻകര എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഹാറ ഉൾക്കൊള്ളുന്നതും ആഫ്രിക്കൻ വൻകരയിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നതും എവിടെയാണ്? ഈ ആഫ്രിക്കൻ വൻകരയിൽ കാണപ്പെടുന്നു. അവിടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്തായതുകൊണ്ട് തന്നെ വർഷം മുഴുവനും എന്താണ്, നല്ല ചൂടായിരിക്കും. അതുപോലെ തന്നെ ആ ചൂടിനനുസരിച്ച് കനത്ത മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഇവിടുത്തെ മഴക്കാടുകളുടെ പ്രത്യേകത എന്താണ്? സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. അതുകൊണ്ടാണ് ഇവയ്ക്ക് എന്ത് പേര് കിട്ടിയത്? മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഭൂമിയിലെ ഏതൊരു ആവാസ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നും കാണാത്ത വിധത്തിലുള്ള സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. അപ്പോൾ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന മറ്റ് പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ. അപ്പോൾ ആമസോൺ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ്. ആഫ്രിക്കയിലെ കോങ്കോ, അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ എന്തുണ്ട്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഏതാണ്? സഹാറയാണ് ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി എന്ന് പറയുന്നത്. ഏറ്റവും ഉയരമുള്ള പർവ്വതം നമുക്കറിയാം. ഏതാണ്? ഹിമാലയ പർവ്വതമാണ്. ഹിമാലയമാണ് ഏറ്റവും ഉയരമുള്ള പർവ്വതം. അതുപോലെ കൊടുമുടിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എവറസ്റ്റ് ആണ്. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം ഏതാണ്? ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടമാണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോൺ നദീതടം എന്ന് പറയുന്ന ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടമാണ്. ഇനി വിശാലമായ പുൽമേടുകൾ നമ്മൾ പറഞ്ഞു. ഏതാണ്? സാവന്ന എന്ന് പറയുന്നത് അതിവിശാലമായ പുൽമേടുകളാണ് സാവന്ന.
അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ ആഫ്രിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന് കാരണം എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന വൻകരയാണ് ആഫ്രിക്ക എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ തീരപ്രദേശങ്ങളിൽ അതുപോലെ മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലുമൊക്കെ മിതമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇനി ഇവിടുത്തെ സസ്യ ജന്തുജാലങ്ങൾ നോക്കാം. ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിലാണ് സാവന്ന പുൽമേടുകൾ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഈ സാവന്ന പുൽമേടുകളും അതുപോലെ ഉഷ്ണമേഖല മഴക്കാടുകളും ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ്. സെറൻഗറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പോൾ സെറൻഗറ്റി എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം നടക്കുന്ന സ്ഥലമാണ് സെറൻഗറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെറൻഗറ്റിയിൽ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം നടക്കുന്നു. ഈ സെറൻഗറ്റി എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ് ഈ പറയുന്ന സെറൻഗറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം. ഇനി ആഫ്രിക്കയിലെ ചില സസ്യ ജന്തുജാലങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കിപ്പോകാം. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ബയോബാബ് വൃക്ഷം. ഈ ബയോബാബ് വൃക്ഷം കാണപ്പെടുന്നത് എവിടെയാണ്? ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം വൃക്ഷമാണ് ബയോബാബ് വൃക്ഷം. ബയോബാബ് വൃക്ഷം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ബയോബാബ് വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം മുള്ള് നിറഞ്ഞതും ഉണങ്ങിയ ഇലയൊക്കെ വളരെ കുറവാണ്. ഇത് കണ്ടോ, ഇതാണ് ബയോബാബ് വൃക്ഷം എന്ന് പറയുന്നത്. ഇലകളൊന്നും കാണാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു കരിഞ്ഞ പോലെ ഒരു മരം, അതാണ് ബയോബാബ് വൃക്ഷം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ഒരു കറുത്ത കാണ്ടാമൃഗം. ആഫ്രിക്കയിലെ മറ്റൊരു പ്രത്യേകതയാണ് കറുത്ത കാണ്ടാമൃഗം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കറുത്ത കാണ്ടാമൃഗം. അപ്പോൾ ഇത് ആഫ്രിക്കയുടെ മാത്രം സവിശേഷതയാണ്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത് ഇതാണ് ആഫ്രിക്കൻ കാട്ടുനായ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ കാട്ടുനായ ഇതാണ് ആഫ്രിക്കൻ കാട്ടുനായ. അപ്പോൾ ഇതൊക്കെ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ജന്തു വിഭാഗമാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സെറൻഗറ്റിയിലെ കാലിക കുടിയേറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. സെറൻഗറ്റിയിലെ കാലിക കുടിയേറ്റം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. അപ്പോൾ ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റത്തിന് ഉദാഹരണം എന്താണ് പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഈ ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. സെറൻഗറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. അപ്പോൾ ആഫ്രിക്കയിൽ ഇതൊക്കെ കണ്ടോ, നല്ല വരണ്ട പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി നമ്മുടെ സീബ്രകളും അതുപോലെ ഗസലുകളും ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്
നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, തെളിയിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സെറംഗെറ്റിയിലെ കുടിയേറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആഫ്രിക്കയിലെ ജനജീവിതത്തെക്കുറിച്ച് നോക്കാം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരും ആണ്. അപ്പോൾ ആഫ്രിക്കയിൽ ഭൂരിഭാഗം ജനങ്ങളും എവിടെയാണ് താമസിക്കുന്നത്? ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഇവരുടെ നിത്യജോലി എന്ന് പറയുന്നത് കാർഷിക വൃത്തിയാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് അവിടുത്തെ സംസ്കാരം, ഭാഷ, ചരിത്രം ഇവയാലൊക്കെ സമ്പന്നമാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. അപ്പോൾ നമുക്കറിയാം പുരാതന നാഗരിക സംസ്കാരം അഥവാ വെങ്കല സംസ്കാരങ്ങളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം അത് ഉടലെടുത്തത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. അപ്പോൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകൾക്ക് ഉദാഹരണം ഈജിപ്തിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടുത്തെ പിരമിഡുകളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ. ഗ്ലോബ് നിരീക്ഷിച്ച് പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം ഏതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ലോകത്തിലെ നമ്മൾ പസഫിക്, അതുപോലെ അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ ആ ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. അപ്പോൾ വടക്കേ അമേരിക്കയുടെ പ്രത്യേകത എന്താണ്? ചില വികസിത രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഭൂപടം ഇപ്പോൾ ഇവിടെ ചിത്രം 7.1 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വടക്കേ അമേരിക്കയുടെ സ്വാഭാവിക അതിരുകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതാണത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കി പോകാം. വടക്കേ അമേരിക്ക 7.1 ചിത്രമാണ്. എവിടെയാണ്? അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ വടക്കേ അമേരിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രം, അതുപോലെ പസഫിക് സമുദ്രം, ഇങ്ങനെ ഈ ഓരോ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു എന്താണ് നമ്മുടെ ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്ന് നമ്മൾ പറഞ്ഞു. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ 2 പർവ്വതനിരകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 2 പർവ്വതനിരകളാണ് റോക്കി പർവ്വതനിരയും അതുപോലെ അപ്പലേച്ചിയൻ പർവ്വതനിരകളും. അറ്റ്ലസിൻ്റെ സഹായത്തോടെ പർവ്വതനിരകളുടെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ടമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. അപ്പോൾ ഈ ഒരു വടക്കേ അമേരിക്കയിലെ ഫലഭൂയിഷ്ടമായ സമതലങ്ങൾ അറിയപ്പെടുന്നത് മഹാസമതലങ്ങൾ എന്നാണ്. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. പ്രയറി എന്ന് പറയുന്ന പുൽമേടുകളാണ് വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ. അപ്പോൾ സാവന്ന എവിടെയാണെന്ന് ചോദിക്കും, അത് ആഫ്രിക്കയിലാണ്. ഇനി വടക്കേ അമേരിക്കയിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് പ്രയറി എന്നാണ്, പ്രയറികൾ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മിസൗറി, മിസിസിപ്പി എന്നിവയാണ്. മിസോറിയും മിസിസിപ്പിയുമാണ് വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട
നദികൾ. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയാണ്. അപ്പോൾ പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളുണ്ട്. അതും എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാന്യോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്ന ബൃഹത് താഴ്വര സ്ഥിതി ചെയ്യുന്നത് അരിസോണയിലാണ്. അതും വടക്കേ അമേരിക്കയിലാണ്. ഇനി ഈ ഗ്രാൻഡ് കാന്യനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗ്രാൻഡ് കാന്യോൺ ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. അപ്പോൾ ഗ്രാൻഡ് കാന്യോണിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഏകദേശം എത്ര കിലോമീറ്റർ നീളമുണ്ട്? 446 കിലോമീറ്റർ നീളം, 29 കിലോമീറ്റർ വരെ വീതി, 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. അപ്പോൾ ഈ കാന്യൻ താഴ്വര ഏത് നദിയുടെ പ്രവർത്തന ഫലമായിട്ട് വന്നതാണ്? കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ കാന്യൻ താഴ്വര രൂപം കൊണ്ടത്. അപ്പോൾ ഈ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത് രൂപപ്പെട്ടത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ്. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ താഴ്വരയാണ്, ബൃഹത് താഴ്വരയാണ് അരിസോണയിലെ ഏത് താഴ്വര? ഗ്രാൻഡ് കാന്യൺ എന്ന് പറയുന്ന താഴ്വര. അടുത്ത കാലാവസ്ഥ. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം വടക്കേ അമേരിക്ക എന്ന് പറയുന്നത് ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വടക്ക് നിന്നും തെക്കോട്ട് നീങ്ങും തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ വടക്ക് നിന്ന് തെക്കോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ചൂട് വർദ്ധിച്ചു വരുന്നു. ഇനി ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക. അപ്പോൾ വടക്കേ അമേരിക്കയിലെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക. പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഇതിനുദാഹരണങ്ങളാണ്. ഇപ്പോൾ വടക്കേ അമേരിക്കയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വനമാണ് ഏത്? സെക്വയ വനം. അപ്പോൾ സെക്വയ വനം കാണപ്പെടുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് സെക്വയ വനങ്ങളുള്ളത്. അതുപോലെ മഹാസമതലങ്ങളിലെ പുൽമേടുകളും സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി വടക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് കാലിഫോർണിയ പോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കാലിഫോർണിയയിലെ പോപ്പി ചെടിയാണ് നമ്മൾ ഈ കാണുന്ന. വടക്കേ അമേരിക്കയിലെ കാലിഫോർണിയയിലെ പോപ്പി ചെടിയാണ് ഈ കണ്ടത്. ഇനി ഇവിടെ ഉള്ളത് എന്താണ്? സഗ്വാരോ കള്ളിച്ചെടിയാണ്. സഗ്വാരോ കള്ളിച്ചെടി കാണപ്പെടുന്നതും വടക്കേ അമേരിക്കയിലാണ്. ഈ കള്ളിച്ചെടിയുടെ പേരാണ് സഗ്വാര എന്ന് പറയുന്ന ഒരു തരം കള്ളിച്ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കള്ളിച്ചെടിയും വടക്കേ അമേരിക്കയിലാണ് ഉള്ളത്. ഇനി ഇവിടെ ഉള്ളത് എന്താണ്? മൂസ് എന്ന് പറയുന്ന ഒരിനം ആടാണ്. മൂസ് എന്ന് പറയുന്ന ഒരിനം ആടാണ് ഇവിടെ നമ്മൾ കണ്ടത്, മൂസ്. ഇനി ജനജീവിതം. അമേരിക്കൻ ഐക്യനാടുകളും USA, കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ, അതുപോലെ USA, അമേരിക്കൻ ഐക്യനാടുകളും അതുപോലെ കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിന് സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ട രാജ്യങ്ങളാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളായ ഏതൊക്കെയാണ്? ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി എന്നിവ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി മുതലായവയാണ്.
അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. അപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്, ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ മഞ്ഞ് ധ്രുവപ്രദേശങ്ങളിൽ നല്ല തണുത്ത കാലാവസ്ഥയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ. അതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ആമസോൺ തടത്തിൽ നിന്ന് നോക്കാം. ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയുടെ ശ്വാസകോശം എന്ന് ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതേത് ഭൂഖണ്ഡത്തിലാണ്? തെക്കേ അമേരിക്കയിലാണ്. ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണുള്ളത്. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ഇവിടുത്തെ പ്രത്യേകത ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങൾ എവിടെയുണ്ട്? തെക്കേ അമേരിക്കയിലുണ്ട്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ തെക്കേ അമേരിക്കയുടെ സ്വാഭാവിക അതിരുകൾ തിരിച്ചറിയാനും പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും ഇവിടെയാണുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ അത് ആൻഡീസാണ്. നീളമേറിയ പർവ്വതനിര, അതാണ് അതിൻ്റെ പ്രത്യേകത, അത് ആൻഡീസാണ്. ഏറ്റവും വലിയ നദിയായ ആമസോണും ഇവിടെയാണുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നദി അതേതാണ്? ആമസോണാണ്. അതും തെക്കേ അമേരിക്കയിലാണുള്ളത്. അതിവിശാല ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. അപ്പോൾ അതിവിശാലമായ ഭൂപ്രദേശമാണ് ഈ ആമസോൺ നദീതടം. ആ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി, ആ മരുഭൂമിയാണ് ഏത്? ഉഷ്ണ മരുഭൂമി ചോദിച്ചാൽ സഹാറയാണ്, അത് ആഫ്രിക്കയിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് വരണ്ട മരുഭൂമിയായ അറ്റാക്കാമ, അതെവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. അത് തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. ഇനി നമ്മൾ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശമായത് കൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും അതുപോലെ സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇനി സസ്യജന്തുജാലങ്ങൾ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാടുകൾ എന്ന് പറയുന്നത് എന്താണ്? ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനാക്കോണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണ് തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്, ആമസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആമസോൺ വാട്ടർ ലില്ലി കാണപ്പെടുന്നതും അതുപോലെ അനാക്കോണ്ട ഇതൊക്കെ എവിടെയുണ്ട്? ഈ ആമസോൺ മഴക്കാടുകളിലുണ്ട്. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂപ്പിയൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ആൻഡീസ് പർവ്വതനിര എന്ന് നമ്മൾ പറഞ്ഞു. അത് തെക്കേ അമേരിക്കയിലാണെന്ന് പറഞ്ഞു. അവിടെ എന്തുണ്ട്? ആൻഡിയൻ ലൂപ്പിയൻ എന്ന പുഷ്പച്ചെടി. അപ്പോൾ ആൻഡിയൻ ലൂപ്പിയൻ എന്ന പുഷ്പച്ചെടി കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ആൻഡീസ് പർവ്വതനിരകളിലാണ്. അതുകൊണ്ടാണ് അതിന് ആൻഡിയൻ ലൂപ്പിയൻ എന്ന പേര് വന്നത്. ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മളീ പറഞ്ഞ ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ആൻഡീസ് പർവ്വതനിരകൾ, ലാമ പോലുള്ള സസ്തനികളും എവിടെയാണ്? അതുപോലെ ആൻഡിയൻ ലൂപ്പിയനും പുഷ്പച്ചെടി അതൊക്കെ ആൻഡീസ് പർവ്വതനിരയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ. അപ്പോൾ തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശമാണ് ഇത് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ.
സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പോൾ സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര എന്ന് പറയുന്ന ഒരു തരം സസ്തനിയാണ്. ഇതെവിടെ കാണപ്പെടുന്നു? ഈ പറഞ്ഞ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ആൻഡിയൻ ലൂപ്പിയൻ എന്ന് പറയുന്ന ഈ ഒരു ചെടി. അപ്പോൾ ഇതാണ് ആൻഡിയൻ ലൂപ്പിയൻ എന്ന് പറയുന്നത് ആൻഡീസ് പർവ്വതനിരയിലുള്ള ഒരു ചെടിയാണ്. ആൻഡിയൻ ലൂപ്പിയൻ ഒരു പുഷ്പമാണ്. ഇനി ഈ കാണുന്നത് എന്താണ്? ആമസോൺ വാട്ടർ ലില്ലിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ആമസോൺ വാട്ടർ ലില്ലിയാണിത്. ഇനി ഇതാണ് ലാമ എന്ന് പറയുന്ന സസ്തനിയാണ് നമ്മൾ ഈ കാണുന്ന ഒരു തരം ആടിൻ്റെ ഒക്കെ മുഖം പോലെ ഇരിക്കുന്നു, ചെന്നായിയുടെ മുഖം എന്തോ ആടിനെ പോലെ ഇരിക്കുന്നു. അതാണ് ലാമ എന്ന് പറയുന്ന സസ്തനി. ഇനി ഈ കാണുന്നതാണ് കാപ്പിബാര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തെക്കേ അമേരിക്കയിലെ കൗതുക കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജനജീവിതമാണ്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിൽ അധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം. അപ്പോൾ ഇവിടെ തദ്ദേശീയരായവരുണ്ട്, യൂറോപ്യരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, ഏഷ്യക്കാരങ്ങനെ വ്യത്യസ്ത സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് നമ്മൾ ഈ പറഞ്ഞ തെക്കേ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം. ഇനി വെളുത്ത ഭൂഖണ്ഡം തേടി അടുത്ത നമ്മൾ പറയുന്നത് വെളുത്ത ഭൂഖണ്ഡമായ നമ്മുടെ അന്റാർട്ടിക്കയെക്കുറിച്ചാണ്. മൈത്രി ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പവർ ഇത് ഇന്ത്യയിലുള്ള ഇതാണ് ഇന്ത്യൻ പതാക കണ്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇതാണ് ഇന്ത്യ സ്ഥാപിച്ച 2 ഗവേഷണ കേന്ദ്രമാണ്, ഉപഗ്രഹ ഗവേഷണ കേന്ദ്രമാണ് ഈ മൈത്രിയും അതുപോലെ ഭാരതിയും. അപ്പോൾ വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ച 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഇവ ഏതാണ്? അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വൻകരയുടെ 98% അന്റാർട്ടിക്ക ഹിമപാളിയാണ്. അപ്പോൾ ഈ അന്റാർട്ടിക്കൻ വൻകരയുടെ 98% എന്താണ്? അന്റാർട്ടിക് ഹിമപാളിയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് ഈ ഹിമപാളിയിലാണ്. നമ്മൾ ഗ്ലോബ് നിരീക്ഷിച്ച് അന്റാർട്ടിക്കയുടെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ പ്രത്യേകത കണ്ടോ. ഇതാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അടുത്ത നമ്മൾ അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതി സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. അപ്പോൾ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും 2ആയിട്ട് വിഭജിക്കുന്നത് എന്താണ്? ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകൾ. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അപ്പോൾ അന്റാർട്ടിക് ഉപദ്വീപിൻ്റെ പ്രത്യേകത എന്താണ്? തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗം, അതാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫാണ്. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? വിൻസൺ മാസിഫാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ അന്റാർട്ടിക്കയിൽ എന്തുണ്ട്? നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. അപ്പോൾ വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. ഇനി സസ്യജന്തുജാലങ്ങൾ. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ എന്തില്ല? സസ്യങ്ങളൊന്നും അധികമില്ല. അവിടെ കാണപ്പെടുന്ന ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില
പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അവിടെ വേറെന്തില്ല, ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ അന്റാർട്ടിക്കയിലെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. ഇനി അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് പായലുകൾ എന്ന് പറയുന്നത്. പായലുകളാണ് ഈ കാണുന്നത്. ഇനി ഈ പെൻഗ്വിനുകൾ കാണപ്പെടുന്നതും അന്റാർട്ടിക്കയിലാണ്. അതുപോലെ ഇതാണ് ഈ കാണുന്നതാണ് സീലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളാണ്. ഇനി ജനജീവിതം, മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അന്റാർട്ടിക്കയിലെ ജനജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ എന്തില്ല, മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡം, അതാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമേ ഇവിടെ എത്താറുള്ളൂ. പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സമുദ്രമാർഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്? അപ്പം നമുക്കറിയാം യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. അപ്പോൾ യൂറോപ്പിൽ നിന്നാണ് വന്നത്. ഇന്ത്യയുടെ ചരിത്രത്തെ സ്വാധീനിച്ച വാസ്കോഡ ഗാമയുടെ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അപ്പോൾ യൂറോപ്പിൻ്റെ സ്വാഭാവിക അതിരുകൾ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ യൂറോപ്പിൻ്റെ ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ ചില ഭൂപ്രകൃതി സവിശേഷതകൾ ശ്രദ്ധിക്കൂ. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. അപ്പോൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ നമ്മൾ കാർ പാർക്കിംഗ് ഒക്കെ പറയൂലേ, അതുപോലെ കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ എവിടെയുണ്ട്? നമ്മുടെ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. അപ്പോൾ ലോകത്തിലെ നീളം കൂടിയ നദികളിൽ ചിലതാണ് ഏതൊക്കെ? നമ്മൾ ഡാന്യൂബ് നദി, വോൾഗ നദി, അതുപോലെ റൈൻ നദി. ഇതൊക്കെ ഒഴുകുന്നത് ഏതിലൂടെയാ? നമ്മുടെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ടമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തുണ്ട്? ഫലഭൂയിഷ്ടമായ സമതലങ്ങളുണ്ട്, പുൽമേടുകളൊക്കെയുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ അറിയപ്പെടുന്നത് എന്താണ്? സ്റ്റെപ്പി എന്നാണ് കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ എന്താണ്? ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഫിജോർഡുകൾ അഥവാ ഫിയോഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതി കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? യൂറോപ്പാണ്. ഇനി ഫിജോർഡുകൾ അഥവാ ഫിയോഡുകൾ എന്താണെന്ന് നോക്കാം. സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോഡുകൾ. അപ്പോൾ ഫിയോഡുകളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു, സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതാണിത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോഡുകൾ. ഇപ്പം നോർവേയിൽ ഇതുപോലൊരു ഫിയോഡ് തീരം ഉണ്ട്. നോർവേയിലെ ഫിയോഡ് തീരമാണ് കാണുന്നത്.
ഇനി കാലാവസ്ഥ. യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിലെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണുള്ളത്. ഈ വൻകരയുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. അപ്പോൾ ഇതിൻ്റെ വടക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയുണ്ട്. സസ്യജന്തുജാലങ്ങൾ. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം, അവിടെ ആൽപൈൻ പ്രദേശത്തിൻ്റെ പ്രത്യേകത അത് പുൽമേടുകൾക്ക് ഉദാഹരണമാണ് ആൽപൈൻ പ്രദേശം. മെഡിറ്ററേനിയൻ മേഖല എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങളെ നോക്കാം. കോർക്ക് അല്ലെങ്കിൽ ഓക്ക് മരങ്ങൾ. ഓക്ക് മരങ്ങൾ എവിടെയുണ്ട്? അത് യൂറോപ്പിലെ മറ്റൊരു സവിശേഷതയാണ്. അതുപോലെ തന്നെ ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്. ഈ കാണുന്നതാണ് ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്. ഇനി ഇതാണ് ലിങ്സ് എന്ന് പറയുന്ന ഒരു തരം പുള്ളിപ്പുലിയെ പോലിരിക്കുന്ന ഒരു പുലിയാണ് ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ. ഇനി ജനജീവിതം നോക്കാം. യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളാണ് ഏതൻസും റോമും. ഇതൊക്കെ എവിടെയാണ്? യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ് യൂറോപ്പ്. ഇനി സഞ്ചി മൃഗങ്ങളുടെ നാട്ടിലേക്ക്. അപ്പോൾ സവിശേഷതകൾ ധാരാളമുള്ള മൃഗങ്ങളാണ് കങ്കാരുക്കൾ. ഇവ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയുടെ സ്വാഭാവിക അതിരുകൾ അറ്റ്ലസിൽ നിന്ന് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. അപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഏതെന്ന് ചോദിക്കാം. അതെന്താണ്? ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ചാണ് ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര, ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിലൊന്നാണ്. അപ്പോൾ പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ചാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മരുഭൂമികളിലൊന്നാണ് ഗ്രേറ്റ് വിക്ടോറിയ. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഒരു റീഫാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. അത് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓസ്ട്രേലിയയിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ് ഇത് മുറേ ഡാർലിംഗ് നദീതടം. ഇനി കാലാവസ്ഥ നോക്കാം. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുന്നു. ഇനി ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി. മാർസുപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിനുദാഹരണങ്ങളാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ജന്തുക്കൾ ഏതൊക്കെയാണ്? മാർസുപ്പിയലുകളുണ്ട്, മുട്ടയിടുന്ന സസ്തനികളൊക്കെ ഇവിടെ കാണപ്പെടുന്നു. മാർസുപ്പിയലുകൾ, മുട്ടയിടുന്ന സസ്തനികൾ ഒക്കെ ഇവിടെയുണ്ട്. ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങളെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് മാർസുപ്പിയലുകൾ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, കൊആല എന്നിവ മാർസുപ്പിയലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് മാർസുപ്പിയലുകൾ എന്ന് പറഞ്ഞു. ഇവയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു കൊആല എന്നിവ ഈ ഉദരസഞ്ചികളിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന കങ്കാരുവും കൊആലയും
മാർസുപ്പിയലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസ്, എക്കിഡ്നയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റു ജീവികളാണ്. അപ്പോൾ പ്ലാറ്റിപ്പസും എക്കിഡ്നയും എവിടെ കാണപ്പെടുന്നു? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും അതുപോലെ വാറ്റിൽ എന്നറിയപ്പെടുന്ന വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. അപ്പോൾ സസ്യജന്തുജാലങ്ങളിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? യുക്കാലിപ്റ്റസ് മരങ്ങളും അതുപോലെ വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്. ഈ കാണുന്നതാണ് പ്ലാറ്റിപ്പസ്. അപ്പോൾ ഇതാണ് പ്ലാറ്റിപ്പസ്. ഇനി ഇതാണ് എക്കിഡ്ന. ഒരു തരം മുള്ളംപന്നിയെ പോലിരിക്കും. മുള്ളംപന്നിയുടെ അതേ ആകൃതിയാണ്. അതാണ് എക്കിഡ്ന. ഇനി ഈ കാണുന്നതാണ് കോവാല. ഇനി ഇതാണ് അക്കേഷ്യ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അക്കേഷ്യ. ഇനി എന്തുണ്ട്? ഇനി യൂക്കാലിപ്റ്റസ്. ഇതൊക്കെയാണ് ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട സസ്യജന്തു വിഭാഗങ്ങൾ. ഇനി ജനജീവിതം. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബേൺ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ജനജീവിതം ചോദിക്കുകയാണെങ്കിൽ ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. സിഡ്നിയും അതുപോലെ മെൽബണും ബ്രിസ്ബേണും തുടങ്ങിയ നഗരങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം കാഴ്ചവെക്കുന്നു. അതുപോലെ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ് സിഡ്നിയും മെൽബണും ബ്രിസ്ബേണും. ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ. അപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി ചോദിച്ചാൽ ഏതാണ്? ഗ്രേറ്റ് വിക്ടോറിയ. പുറ്റുകളാൽ നിർമ്മിതമായ ഭൂപ്രദേശമാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ബാരിയർ റീഫ്. ഫലഭൂയിഷ്ടമായ നദീതടം ഏതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ മിസോറി, മിസിസിപ്പി എന്നിവയാണ് ഫലഭൂയിഷ്ടമായ നദീതടങ്ങൾ. അതുപോലെ പർവ്വത നിര ഏതാണ്? അപ്പം നമ്മൾ പറഞ്ഞ നമ്മുടെ നദീതടം എന്ന് പറയുന്നത് മുറേ ഡാർലിംഗ് ആണ് കേട്ടോ. മുറേ ഡാർലിംഗ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫലഭൂയിഷ്ടമായ നദീതടം എന്ന് പറയുന്നത്. ഇനി പർവ്വത നിര ഏതെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആണ്. അപ്പോൾ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ചാണ് പ്രധാനപ്പെട്ട പർവ്വതനിര. ഓരോ ഭൂഖണ്ഡവും തനത് ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉള്ളവയാണെന്ന് നമ്മൾ പഠിച്ചു. ഏതെങ്കിലും ഒരു ഭൂഖണ്ഡം സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ ഏത് ഭൂഖണ്ഡമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? തെക്കേ അമേരിക്കയിലെ മഴക്കാടുകൾ സന്ദർശിക്കുമോ? ഏഷ്യയിലെ പർവ്വതങ്ങൾ കീഴടക്കുമോ? അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ അതിശൈത്യത്തെ സധൈര്യം നേരിടുമോ? കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഇനിയുമേറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ലോകം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നിരിക്കുന്ന മാതൃകയിൽ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏഷ്യയെക്കുറിച്ച് തന്നിട്ട് ഏഷ്യ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്. ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ പ്രധാന സസ്യജന്തുജാലങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച അടിക്കുറിപ്പുകളിലൂടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമിയുടെ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണം വായിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഭൂഖണ്ഡത്തെക്കുറിച്ചും തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് സെമിനാർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ സ്വാഭാവിക അതിരുകൾ, ഭൂപ്രകൃതി സവിശേഷതകൾ, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ, ജനജീവിതം എന്നിവ
ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാർട്ടിലെ ബേസിക് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസും സോഷ്യൽ സയൻസും നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ നമ്മുടെ ചാനൽ കാണുക. അതുപോലെ ചാനൽ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയുമുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്